അങ്ങനെ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. പാകിസ്ഥാൻ ഒന്നല്ല രണ്ടായിട്ട് പിളർന്നു എന്നുള്ള വാർത്തകളാണിപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമി മാസങ്ങൾക്ക് മുൻപേ വർഷങ്ങൾക്ക് മുൻപേ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഖൈബർ പഷ്തൂൺഖ മേഖലയിൽ ആ സൈന്യം TTP തെഹ്രിക്ക് താലിബാൻ എന്ന വിമത സായുധ സേന അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല 2026 സ്വന്തമായി എയർഫോഴ്സ് സ്ഥാപിക്കുമെന്ന് തെഹ്രിക്ക് താലിബാന്റെ വമ്പൻ പ്രഖ്യാപനം. അങ്ങനെ പാകിസ്ഥാനുള്ളിൽ രണ്ടാമത്തെ രാജ്യവും കൂടി പിറന്നിരിക്കുകയാണ്. ആഭ്യന്തര കലഹം കൊണ്ട് പൊറുതിമുട്ടിയ പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി തെഹ്രിക്ക് താലിബാന്റെ പ്രഖ്യാപനം. 2026 വർഷത്തിൽ തെഹ്രിക്ക് താലിബാന്റെ എയർഫോഴ്സ് വ്യോമസേനയുടെ പൂർത്തീകരണം ഉണ്ടാകുമെന്നും സ്വന്തമായി ഒരു വ്യോമസേന വിമാനത്താവളം സ്ഥാപിക്കുമെന്നും സ്വന്തമായി വ്യോമസേന ആ സമയത്ത് പ്രാബല്യത്തിൽ വരുമെന്നുമാണ് തെഹ്രിക്ക് താലിബാന്റെ വമ്പൻ പ്രഖ്യാപനം. ഇത് ചെറുതായൊന്നുമല്ല പാകിസ്ഥാനെ ഞെട്ടിക്കുന്നത്. സ്വന്തം രാജ്യം, ആ രാജ്യത്തിനുള്ളിൽ വിമതരായി പ്രവർത്തിക്കുന്ന ഒന്നിലധികം വിമത സൈനിക സംഘങ്ങൾ അല്ലെങ്കിൽ സായുധ സംഘങ്ങൾ, പാകിസ്ഥാൻ സൈന്യത്തെ പോലും വിറപ്പിക്കുന്ന സായുധ സംഘങ്ങളാണ് ഈ തെഹ്രിക്ക് താലിബാനും ബലൂച്ച് ലിബറേഷൻ ആർമിയും ഒക്കെ. നമുക്കറിയാം പാകിസ്ഥാൻ 4 പ്രവിശ്യകളാണ്. 1 പഞ്ചാബ് പ്രവിശ്യ, 2 സിന്ധ് പ്രവിശ്യ, 3 ബലൂച്ച് മേഖല, 4 ഖൈബർ പഷ്തൂൺഖ മേഖല. ഈ ഖൈബർ പഷ്തൂൺഖ മേഖല പ്രധാനമായും അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ്. കാലങ്ങളായി അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ സമരം നടക്കുന്നുണ്ട്, സായുധ വിപ്ലവം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ സേനയ്ക്കെതിരെ വലിയ ആക്രമണങ്ങൾ അവർ ഖൈബർ പഷ്തൂൺഖ മേഖലയിലെ സൈന്യം നടത്തുന്നുണ്ട്. തെഹ്രിക്ക് താലിബാനാണ് അതിൽ ഏറ്റവും ശക്തമായ ഒരു സായുധ സംഘടന. തെഹ്രിക്ക് താലിബാന് പിന്തുണ നൽകുന്നത് അഫ്ഗാനിലെ താലിബാൻ സേനയാണ് എന്നുള്ള ഒരു ആരോപണം അടുത്തിടെ പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ 1-2 വർഷങ്ങൾക്ക് മുൻപ് വരെ ഒരു ഗൊറില്ല മോഡൽ യുദ്ധമാണ് ഈ തെഹ്രിക്ക് താലിബാനും താലിബാൻ സേനയൊക്കെ നടത്തിയിരുന്നത്. 1-2 പിസ്റ്റളുകൾ അല്ലെങ്കിൽ 1-2 യന്ത്രത്തോക്കുകൾ മാത്രം കയ്യിലുണ്ടാവുകയും ചെറിയ ഗ്രനേഡുകൾ അടക്കമുള്ള ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇരുട്ടിൽ പതിയിരുന്നു കൊണ്ട് നടത്തുന്ന ഗൊറില്ല ആക്രമണം, അതായിരുന്നു ഈ സേനയുടെയൊക്കെ ആക്രമണ രീതി. അല്ലാതെ ഒരു സായുധ സംഘമായോ അല്ലെങ്കിൽ ഒരു സൈന്യത്തിൻ്റെ ഒന്നും തന്നെ ഒരു രൂപമോ ഭാവമോ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ അതിനുള്ള ആയുധങ്ങളോ ഒന്നും തന്നെ ഈ സേനകളുടെയോ ഈ സംഘങ്ങളുടെയോ പക്കലുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിപ്പുറം തെഹ്രിക്ക് താലിബാൻ ആയാലും ബലൂച്ച് ലിബറേഷൻ ആർമി ആയാലും സൈനികപരമായി വലിയ നേട്ടമുണ്ടാക്കി. സത്യത്തിൽ പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഒരു ഒത്ത രാജ്യത്തിൻ്റെ സൈന്യത്തിനൊപ്പം ആ രീതിയിലുള്ള ഒരു സൈനികപരമായ ഒരു മേൽക്കോയ്മയാണ് ഇവർ നേടിയത്. സ്വന്തമായി ഫൈറ്റർ ജെറ്റുകൾ വരെ താലിബാൻ സേനയ്ക്ക് ഇപ്പോൾ സ്വന്തമായുണ്ട്. തെഹ്രിക്ക് താലിബാൻ ആകട്ടെ റോക്കറ്റ് ലോഞ്ചറുകൾ, മിസൈൽ ലോഞ്ചറുകൾ, അതുപോലെ ബോംബുകൾ, ഡ്രോണുകൾ, എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ തെഹ്രിക്ക് താലിബാനും ബലൂച്ച് ലിബറേഷൻ ആർമിക്കും ഒക്കെ നൽകിയത് ഇന്ത്യയാണ് എന്നുള്ള വലിയ ആരോപണമാണ് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്നത്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ സാമ്പത്തികവും സൈനികവുമായിട്ടുള്ള പിന്തുണയോടുകൂടി പ്രവർത്തിക്കുകയാണ് ഈ 2 വിമോചന സംഘടനകളും ഈ 2 സായുധ സംഘടനകളും. ഇവർക്ക് ആയുധം കൊടുത്ത് പാകിസ്ഥാൻ സേനയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഇന്ത്യയാണ് എന്ന അതിഗുരുതരമായ ആരോപണമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ സഹായം ചിലപ്പോൾ അവർക്ക് ഉണ്ടാകുമായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ സഹായം ലഭിക്കുമായിരിക്കാം. പക്ഷേ അത് ഔദ്യോഗികമായി ഇന്ത്യ അംഗീകരിക്കുന്നില്ല, ഇന്ത്യ സമ്മതിക്കുന്നുമില്ല. ഇത് പാകിസ്ഥാന്റെ വെറും ആരോപണമാണ് എന്ന് ഇന്ത്യ പറയുന്നു. പക്ഷേ ഇന്ത്യയെ സ്നേഹിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് ഇത്തരത്തിൽ ഇന്ത്യ ചിലപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമിയെയോ അല്ലെങ്കിൽ തെഹ്രിക്ക് താലിബാനെയോ ഒക്കെ സഹായിക്കുന്നുണ്ടാകും. കാരണം ഇന്ത്യ എല്ലാ കാലത്തും അസ്ഥിരപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യയെ നാമാവിശേഷമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ നമ്മുടെ ഒരു ശത്രു രാജ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിനെതിരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ വേണമെങ്കിൽ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നിലയ്ക്ക് ചിലപ്പോൾ ഇന്ത്യ സഹായിച്ചിരിക്കാം. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇപ്പോൾ ഈ പുറത്തു വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത്തരത്തിൽ ഇന്ത്യയുടെ അല്ലാതെ മറ്റേതെങ്കിലുമോ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു സമ്പൂർണമായ സൈനിക സംവിധാനമായി തെഹ്രിക്ക് താലിബാൻ മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് പുറത്തു വരുന്നത്. തെഹ്രിക്ക് താലിബാന്റെ വ്യോമസേന 2026 രൂപീകൃതമാകും.
പൂർണ്ണ സജ്ജമായ ഒരു വ്യോമസേനയായിരിക്കും തെഹ്രീക്ക് താലിബാൻ പ്രാബല്യത്തിൽ കൊണ്ടുവരിക. അതോടുകൂടി പാകിസ്ഥാൻ സേനയ്ക്കെതിരെയുള്ള യുദ്ധത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമെന്നാണ് തെഹ്രീക്ക് താലിബാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ബലൂജ് ലിബറേഷൻ ആർമി ആകട്ടെ ബലൂജ് മേഖലയിൽ പാകിസ്ഥാനെ അടുപ്പിക്കുന്നേയില്ല. നമുക്കറിയാം ജാഫർ എക്സ്പ്രസിന്റെ കാര്യം. ഈ ബലൂജ് മേഖലയിൽ നിന്ന് പെഷവാറിലേക്ക് പോയിരുന്ന ഒരു എക്സ്പ്രസ്, ആ എക്സ്പ്രസിന് തന്നെ ആ ഒരു തീവണ്ടിയെ തന്നെ തട്ടിക്കൊണ്ടുപോയി ബലൂജ് ലിബറേഷൻ ആർമി. അതിൽ ഉണ്ടായിരുന്നത് 300-ലധികം പാകിസ്ഥാൻ സൈനികരാണ്. അവധിക്ക് നാട്ടിലേക്ക് പോകുന്ന പെഷവാറിലേക്ക് പോകുന്ന പാകിസ്ഥാൻ സൈനികർ യാത്ര ചെയ്ത ആ ട്രെയിൻ മറ്റൊരു ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടത്തുകയും പിന്നീട് ആ ട്രെയിൻ തട്ടിയെടുക്കുകയും ചെയ്തു ബലൂജ് ലിബറേഷൻ ആർമി. പിന്നീട് ആ ട്രെയിനിനകത്തുണ്ടായിരുന്ന 200-ലധികം വരുന്ന പാകിസ്ഥാൻ സൈനികരെ നിഷ്കരുണം വധിച്ചു. എന്നാൽ പാകിസ്ഥാൻ ലോകത്തോട് പറഞ്ഞതോ, ഞങ്ങളുടെ ഒരു സൈനികർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളുടെ സൈനികരെല്ലാം തന്നെ സുരക്ഷിതരാണ്, 100 കണക്കിന് ബലൂജ് ലിബറേഷൻ ആർമിയാണ് ഞങ്ങൾ വധിച്ചത്. എന്നാൽ ആ കള്ളം തൊട്ട് പിന്നാലെ തന്നെ പൊളിയുകയായിരുന്നു. അതിൻ്റെ കാരണം ഈ അന്തർദേശീയ മാധ്യമങ്ങൾ ഈ ട്രെയിനിലുണ്ടായിരുന്ന സാധാരണക്കാരായ സിവിലിയൻസിനോട് ചോദിച്ചു, നിങ്ങൾ എന്തു കാഴ്ചയാണ് ആ ട്രെയിനിൽ കണ്ടത്? അപ്പോൾ അവർ പറഞ്ഞത്, ബോഗികൾക്കുള്ളിൽ പാകിസ്ഥാൻ സൈനികർ, യൂണിഫോം അണിഞ്ഞതും അണിയാത്തതുമായ പാകിസ്ഥാൻ സൈനികരുടെ 100 കണക്കിന് ഡെഡ് ബോഡീസ് കിടക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ചവിട്ടിയാണ് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഞങ്ങളെ സിവിലിയൻസിനെ ബലൂജ് ലിബറേഷൻ ആർമി ഉപദ്രവിച്ചില്ല, അവർ പാകിസ്ഥാൻ സൈനികരെ തിരഞ്ഞു പിടിച്ചാണ് വധിച്ചത്. ഇത് പറയുന്നത് പാകിസ്ഥാനിലെ ജനങ്ങളാണ്, അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറയുകയാണ്. ഇത് ലോകം മുഴുവൻ പ്രചരിക്കുകയും പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ നാണം കെടുകയും ചെയ്തു. എന്നിട്ടും വീണ്ടും നാണം കെട്ട നുണക്കഥകൾ പറഞ്ഞു പോവുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ഒന്നല്ല രണ്ടായി പിളർന്നിരിക്കുന്നു. പാകിസ്ഥാനുള്ളിൽ പുതിയ 2 രാജ്യങ്ങൾ ഉദയം ചെയ്തിരിക്കുന്നു. ബലൂചിസ്ഥാനും അതുപോലെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ പുതിയൊരു രാജ്യവും. തെഹ്രീക്ക് താലിബാനാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ, മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ബലൂജ് ലിബറേഷൻ ആർമിയാണ്. നമുക്കറിയാം പഹൽഗാമിലെ ഭീകരാക്രമണം, അതിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ, ലഷ്കർ ഇ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ ഭീകര കേന്ദ്രങ്ങളിൽ 9 ഇന്ത്യ ആക്രമണം നടത്തിയത്. POK പാക് അധീന കാശ്മീരിലെ നിരവധി കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു തരിപ്പണമാക്കി. ഇതുകൂടാതെ പാകിസ്ഥാന്റെ 11 വ്യോമസേന താവളങ്ങൾ ഇന്ത്യ തകർത്തു. വ്യോമസേനയുടെ റൺവേകൾ പരിപൂർണമായി നശിപ്പിച്ചു. പാകിസ്ഥാന്റെ വ്യോമസേനയുടെ ഒരു വിമാനത്തിന് ഉയർന്നു പൊങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ പാകിസ്ഥാന്റെ നടുവൊടിക്കുകയായിരുന്നു ഇന്ത്യ. എന്നിട്ട് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞതോ, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ പച്ചക്കള്ളം വിളിച്ചു പറയുകയായിരുന്നു. ഇന്ത്യയുടെ 6 റഫേൽ വിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ടു, അതിൽ 2 പൈലറ്റുമാരെ ഞങ്ങൾ ബന്ദികളാക്കിയിട്ടുണ്ട്. ഒരു വിമാനത്തിൻ്റെ ഒരു ചിറകിൽ തൊടാൻ പോലും പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അന്തർദേശീയ വേദികളിൽ ചെന്ന് ഇത്തരത്തിൽ നുണക്കഥകൾ മെനയുകയാണ് ചെയ്യുന്നത്. ഇത് പാകിസ്ഥാൻ്റെ ഒരു ശൈലിയാണ്. ഇപ്പോൾ അസീം മുനീറിനെ എന്തുകൊണ്ടാണ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആക്കിയത്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആക്കിയത്? മറ്റൊന്നിനുമല്ല, പാകിസ്ഥാന്റെ ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്തതിനേക്കാൾ അപ്പുറത്തേക്ക് പാകിസ്ഥാനിലെ ക്രമസമാധാന നില മാറിയിരിക്കുന്നു. പാകിസ്ഥാന്റെ സൈന്യത്തിന് പാകിസ്ഥാനുള്ളിൽ നിയന്ത്രണമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ വടക്ക് കിഴക്കൻ ഭാഗം ഒരു രാജ്യമായി മാറിയിരിക്കുന്നു, തെക്ക് പടിഞ്ഞാറൻ ഭാഗം മറ്റൊരു രാജ്യമായി മാറിയിരിക്കുന്നു. പാകിസ്ഥാന്റെ അതിർത്തികളിൽ ശത്രു രാജ്യങ്ങൾ ആക്രമണം നടത്തുന്നു. അങ്ങനെ പാകിസ്ഥാന്റെ ഭരണകൂടത്തിനോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്കോ പാകിസ്ഥാന്റെ പ്രസിഡന്റിനോ പാകിസ്ഥാന്റെ രാജ്യത്തിനുള്ളിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ വന്ന ഘട്ടത്തിലാണ് പാകിസ്ഥാന്റെ ആർമി ചീഫ്, അതായത് സൈനിക മേധാവി അസീം മുനീറിന് തന്നെ എല്ലാ അധികാരങ്ങളും എത്തിക്കുന്ന ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന ഒരു പദവി നൽകിക്കൊണ്ട് പുതിയ ഒരു ഭരണഘടന മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അസീം മുനീർ സർവ്വ സൈന്യാധിപനായി മാറിയിരിക്കുകയാണ്. മറ്റൊരു പോംവഴി പാകിസ്ഥാന് മുന്നിലില്ല. നശിച്ച് നാമാവിശേഷമാവുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നതിന് ഒപ്പം തന്നെ പാകിസ്ഥാൻ സ്വയം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. പട്ടിണിയും പരിവട്ടവും അക്രമങ്ങളും അതുപോലെ തന്നെ തീവ്രവാദം വളർത്തുകയും തീവ്രവാദം വിൽക്കുകയും ചെയ്ത ഒരു രാജ്യത്തിന് ചരിത്രപരമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ നെടുകയും കുറുകയും പിളരുകയാണ്. പാകിസ്ഥാൻ ഒന്നല്ല 2 രാജ്യങ്ങളായി പിളർന്നിരിക്കുന്നു. ബലൂജ് ലിബറേഷൻ ആർമിക്കൊപ്പം ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ പുതിയൊരു വ്യോമസേന രൂപീകൃതമായിരിക്കുന്നു. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാന്റെ ഒരു ഭാഗത്തെ മുറിച്ചെടുത്തിരിക്കുന്നു.